എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടേക്ക് വിവിധ പോസ്റ്റിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IIM കോഴിക്കോടിലേക്കുള്ള വിവിധ തസ്തികയിലേക്കുള്ള വേക്കൻസീസ് ആണ് നോക്കുന്നത്. ആദ്യത്തേത് അഡ്മിൻ അസോസിയേറ്റ് ആണ്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. ഈ ജോലി വരുന്നത് IIMK കൊച്ചി ക്യാമ്പസിലായിരിക്കും. കാക്കനാടാണ്, എറണാകുളത്ത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് വേണം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് 1 year ഇൻ റെസ്പെക്റ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആൻഡ് 2 years ഇൻ റെസ്പെക്റ്റ് ഓഫ് ഗ്രാജുവേറ്റ്സ്. ഡിഗ്രി ഉള്ളവരാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും PG ഉള്ളവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ആണ് വേണ്ടത്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 27,800 രൂപയായിരിക്കും. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ഇനി എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് അറിഞ്ഞിരിക്കണം, ഓറൽ ആൻഡ് റിട്ടൺ. എബിലിറ്റി ഓഫ് നോട്ടിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. പിന്നെ മൈക്രോസോഫ്റ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ. ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് സ്കിൽസ് വേണ്ടത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്, IIMK.ac.in. ഈ സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 27 വൈകുന്നേരം 5 മണി വരെയാണ്. ഇതാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് അഡ്മിൻ അസോസിയേറ്റ് ആണ് തസ്തിക. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് PG വിത്ത് മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ക്ലറിക്കൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മതി. ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി വിത്ത് 3 year എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഓഫ് ക്ലറിക്കൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഇതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കാൻഡിഡേറ്റ്സ് MS ഓഫീസ് ഉപയോഗിക്കാനായിട്ട് പ്രൊഫഷൻ്റ് ആയിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ശമ്പളം വരുന്നത് 24,300 ആണ് പെർ മന്ത്. പ്രായപരിധി 35 വയസ്സ്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഇൻ്റർവ്യൂ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. ഈ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 27 ആണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സർട്ടിഫിക്കറ്റ്സ്, CV, സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. തസ്തികയുടെ പേര് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. പ്രായപരിധി 35 വയസ്സ് വരെ. ശമ്പളം 25,000 രൂപയാണ് പെർ മന്ത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MA ഇൻ കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ മീഡിയ സ്റ്റഡീസ് അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ ആന്ത്രോപോളജി, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. കൂടാതെ സ്ട്രോങ് റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. ജോലിയുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള നോളജും ഫ്ലുവൻസി ആവശ്യമാണ്. കാരണം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ഫീൽഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഈ ജോലിയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദിയിലുള്ള നോളജും ഫ്ലുവൻസിയും ആവശ്യമാണ്. സെലക്ട് ചെയ്യുന്നത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 21 ആണ് ഈ തസ്തികയിലേക്ക്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഫോട്ടോഗ്രാഫ്, സർട്ടിഫിക്കറ്റ്സ്, CV, സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ തസ്തികയിലേക്കുള്ള നിയമനം 4 മാസത്തേക്കാണ്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് ഡീറ്റെയിൽസൊക്കെ തന്നെ. അതനുസരിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2023, 24, 25 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ സ്ട്രോങ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഇവിടെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം.
മിനിമം 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇൻ എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIM, IIT, NIT, IISER ഒക്കെയാണ് വരുന്നത്. ഇനി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ക്വാളിഫിക്കേഷൻ ഇൻ UGC നെറ്റ്, CSIR നെറ്റ്, SLET, സെറ്റ് ഓർ ഇക്വലൻ്റ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. അറ്റ്ലീസ്റ്റ് 1 റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. വർക്കിംഗ് നോളജ് ഓഫ് KOHA അല്ലെങ്കിൽ എനി അതർ ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ അറിയാവുന്നവർക്കും മുൻഗണനയുണ്ടായിരിക്കും. നിർബന്ധമില്ല. പ്രായപരിധി 30 വയസ്സാണ്. വേക്കൻസി 1. ജോബ് ലൊക്കേഷൻ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും. വേക്കൻസി ജോലിയുടെ കാലാവധി 1 year ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്കിൽ ടെസ്റ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ശമ്പളം പെർ മന്ത് 28,300 രൂപയാണ്. ഈ തസ്തികയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 29 ആണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ എല്ലാ തസ്തികയിലേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സർട്ടിഫിക്കറ്റ്സും CV-യും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ അവർ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് iimk.ac.in ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അവിടെ കരിയർ എന്നുള്ള പേജ് എടുത്താൽ മതി. ഇതുപോലെ പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴോട്ട് വരുമ്പോഴത്തേക്കും കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള സെക്ഷനുണ്ട് താഴെ. അവിടെ ജോബ് ഓപ്പണിങ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ തസ്തികയുടെയും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ താഴെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ തസ്തികയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തസ്തികയാണോ വേണ്ടത് അത് ഓപ്പൺ ചെയ്യുക, അതെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അഡ്മിൻ അസോസിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ആൻഡ് അപ്ലൈ. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. പേരും ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ IIM കോഴിക്കോടിലേക്ക് ഈ പറഞ്ഞ തസ്തികകളിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.